തിരുസഭയുടെ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് പ്രക്രിയയിലെ പങ്കിനെ അനുസ്മരിക്കുന്നു. മാർച്ച് 19 തിരുനാൾ ദിനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിയിൽ അമേരിക്കയിലെ ക്രൈസ്തവ നേതാക്കളും കത്തോലിക്കരും ഉയർത്തിയ പ്രാർത്ഥനകൾ വലിയ മാതൃകയാകുന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് വിന്റർ വൈറ്റ് ഹൗസായ മാർ എലാഖോയിലെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി കത്തോലിക്കർ ഒത്തുകൂടിയ കാഴ്ച വലിയ വിശ്വാസ സാക്ഷ്യത്തിന്റെ പ്രതിഫലനമാണ്. മാർച്ച് 19 വൈകുന്നേരമാണ് നിരവധി കത്തോലിക്ക പുരോഹിതരും വിശ്വാസികളും ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മാർ എലാഗോ സ്റ്റേറ്റിൽ ഒത്തുകൂടി അമേരിക്കയ്ക്ക് വേണ്ടിയും രാജ്യത്തെ നേതാക്കൾക്ക് വേണ്ടിയും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനകൾ ഉയർത്തിയത്. വിന്റർ വൈറ്റ് ഹൗസിൽ നടന്ന ഈ സായാഹ്ന പ്രാർത്ഥനയുടെ മുഖ്യ ആകർഷണം ബിഷപ്പ് ജോസഫ് എഡ്വേർഡ് സ്ട്രിക്ലാൻഡിന്റെ നേതൃത്വത്തിലുള്ള ദിവ്യകാരുണ്യ ആരാധനയായിരുന്നു. പൊതുസമൂഹത്തിൽ ക്രൈസ്തവ വിശ്വാസം തിരികെ കൊണ്ടുവരുവാൻ പ്രയത്നിക്കുന്ന കത്തോലിക്കരുടെ സംഘടനയായ കാത്തലിക് ഫോർ കാത്തലിക് സംഘടിപ്പിച്ച രണ്ടാമത്തെ കാത്തലിക് പ്രയർ ഫോർ അമേരിക്ക ഗാലയുടെ ഭാഗമായിരുന്നു ട്രംപിന്റെ മാർ അലാഗോ വസതിയിൽ നടന്ന ദിവ്യകാരുണ്യ ആരാധന. ടെക്സാസിലെ ടൈലറിലെ ബിഷപ്പ് എമിറിറ്റസ് ബിഷപ്പ് സ്ട്രിക്ലാൻഡ്, കത്തോലിക്ക സുവിശേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടൈലർ മാർഷൽ, പ്രൊലൈഫ് ആക്ടിവിസ്റ്റ് ജീൻ മാർഷൽ, അടുത്തിടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച നാൻസി ചാൾസ്, പ്രസിഡന്റ് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജനറൽ മൈക്ക് ഫ്ലിൻ തുടങ്ങി നിരവധി പേർ പ്രാർത്ഥനയിൽ സന്നിഹിതരായിരുന്നു. പാം ബീച്ച് രൂപതയുടെയും ബിഷപ്പ് ജെറാൾഡ് ബാർബറിറ്റോയുടെയും പിന്തുണയോടെ സംഘടിപ്പിച്ച പരിപാടി വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ അവസാനിച്ചു. രാജ്യമെമ്പാടുമുള്ള പുരോഹിതരുടെ സാന്നിധ്യത്തിൽ ബിഷപ്പ് സ്ട്രിക്ലാൻഡ് ആശീർവദിച്ച ഫാത്തിമ മാതാവിന്റെ രൂപം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള സമ്മാനമായി നൽകി. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നിരവധി മാനസാന്തര വേദിയായെന്ന് കാത്തലിക് ഫോർ കാത്തലിക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ജോലിസ്ഥലമായ വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിലെ ഓവർഫാസിൽ ഇതേ ദിനം ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രാർത്ഥന നടന്നു. ട്രംപിന്റെ ദീർഘകാല ആത്മീയ ഉപദേഷ്ടാവായ വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസ് സീനിയർ അഡ്വൈസർ പോള വൈറ്റ്കെയിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾ ബുധനാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പ്രാർത്ഥന നടത്തുകയായിരുന്നു. പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നതും ക്രൈസ്തവ നേതാക്കൾ സമീപത്തു നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ആഗോള ജനശ്രദ്ധ നേടുന്നു. നന്ദിയോടും വിനയത്തോടും കൂടി ഞങ്ങൾ പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് അദ്ദേഹത്തെ നിയമിച്ചത്. നീതിയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ യേശുവിന്റെ രക്തത്താൽ പ്രസിഡന്റിനെ ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു എന്നതായിരുന്നു ആമുഖ പ്രാർത്ഥന. നാഷണൽ ഹിസ്പാനിക് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് കൂട്ടായ്മയിലെ സാമുവൽ റോഡ്രിഗസ്, പോളണ്ടിലെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ റോബർട്ട് ജെഫ്രസ്, അലബാമ ആസ്ഥാനമായുള്ള മൾട്ടി ക്യാമ്പസ് പാത്വേ ചർച്ചിലെ ട്രാവിസ് ജോൺസൺ, വാൾവില്ലേഴ്സിലെ ഡേവിഡ് ബാർട്ടൺ, മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ദീർഘകാല സോഷ്യൽ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റുമായ ഗാരി ബോവർ, സെന്റർ ഫോർ ബാപ്റ്റിസ്റ്റ് ലീഡേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വില്യം വോൾഫ് തുടങ്ങിയവർ പ്രാർത്ഥനയിൽ ഭാഗവാക്കായി. കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ നടന്ന നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിലെ പ്രസംഗത്തിനിടെ ട്രംപ് വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഏറെ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. ക്രൈസ്തവ വിരുദ്ധത ഇല്ലാതാക്കാനും ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാത്തരം ക്രൈസ്തവ വിരുദ്ധ നയങ്ങളും വിവേചനങ്ങളും തടയാനും US അറ്റോർണി ജനറൽ പാംബോണ്ടി ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുമെന്നും അന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.